ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് മുടിക്ക് ഉള്ളില്ലെങ്കിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ ഒരു സങ്കടം ആയിരിക്കും അല്ലേ. അയ്യോ എനിക്ക് മാത്രം മുടിക്കുള്ളുണ്ടാവില്ലല്ലോ, ഞാൻ എങ്ങനെയൊക്കെ മുടിയിട്ടാലും ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഹെയർ കട്ടിങ്ങും കാണിച്ചു തരാം, അതുപോലെ തന്നെ ഒരു ഹെയർ സ്റ്റൈലും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെ പോകണമെങ്കിലും മുടിക്ക് ഉള്ളു കുറവുള്ളവര് ഈ ഒരു ട്രിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമേ മുടി ഒന്ന് അഴിച്ചിടാം. അപ്പൊ ഞാനിവിടെ മുടിക്കുള്ളില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഉള്ളുള്ളവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവത്തില്ല ഇത് കാണുകയാണെങ്കിൽ. അവർക്ക് എങ്ങനെ ഇട്ടാലും ഭംഗിയായിരിക്കും അല്ലെ. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മുടിയുടെ ഉള്ളു കാണിച്ചു തരാം. ഇതേ കണ്ടില്ലേ, ഒട്ടും തന്നെ മുടിയില്ല. കല്യാണത്തിന് മുന്നേ നല്ല ഉള്ളുണ്ടായതായിരുന്നു. പക്ഷെ 2 കുട്ടികളൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ മുടി ഊരി 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 ഇപ്പോൾ ആകെ ഒരു ചകിരിനാര് പോലെ കുറച്ച് മുടിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഈ ഒരു ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ കട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു ചീർപ്പെന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട്. അപ്പം ഞങ്ങളിവിടെ ചീപ്പെന്നാണ് കേട്ടോ പറയാറുള്ളത്. പിന്നെ ഒരു ചെറിയൊരു ഹെയർ ബാൻഡും പിന്നെ ഒരു കത്രികയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചീപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ പല്ല് അകന്ന ചീപ്പ് ഉപയോഗിക്കാം. പല്ല് കൂടിയ ചീപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ചീപ്പേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പൊ നമുക്ക് ആദ്യമേ നമ്മുടെ മുടിയിൽ കട്ട കെട്ടി മുടി ഇങ്ങനെ ചടയായിട്ട് കിടക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റുക. പിന്നീട് നമ്മളിങ്ങനെ തല കഴുകാൻ നേരത്ത് നമ്മൾ മുടി ഇടത്തില്ലേ, അതുപോലെ ഒന്ന് മുടി ഫ്രണ്ടിലോക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാരിയെടുക്കുക. ഞങ്ങളിവിടെ മുടീനെ വാരുക എന്നാണ്, ചില സ്ഥലങ്ങളിൽ വേറെ ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക കേട്ടോ. അപ്പോൾ ദേ ഞാൻ കോമ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാർന്നെടുക്കുന്നുണ്ട്, അത് മതി. അപ്പോൾ ദാ കണ്ടോ, പല്ലകന്ന ചീപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നന്നായിട്ട് ഒന്ന് വാർന്നെടുക്കുക കേട്ടോ. ഒരു തരി കെട്ടോ അല്ലെങ്കിൽ ചടയോ ഒന്നും തന്നെ മുടിയിൽ ഉണ്ടാവരുത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഹെയർ ബാൻഡ് നമ്മുടെ കയ്യിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ മുടിയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിയെടുക്കുക. ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ആ കാതിൻ്റെ ആ ഇടയിൽ നിന്നും ഒക്കെ മുടി ഇങ്ങനെ ഒന്ന് എടുത്തു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഒരു 2 പ്രാവശ്യം ഒന്ന് കെട്ടിട്ടാൽ മതി, ഓവറായിട്ടൊന്നും ടൈറ്റ് ആക്കേണ്ട. ഇതുപോലെ ഒന്ന് 2 പ്രാവശ്യമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ താഴത്തേക്ക് ഒന്നുകൂടെ വാർന്നെടുക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ചടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോട്ടെ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ചീപ്പിന് വാർന്നെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും അറ്റം, അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്ത് വേണമെങ്കിൽ കുറച്ചുകൂടെ കുറക്കാം. ഞാനപ്പോൾ അധികം ലെങ്ത്ത് കുറക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഏറ്റവും താഴെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ മുടി ഞാൻ കട്ട് ചെയ്യാറില്ല കേട്ടോ, ഹസ്ബൻഡിനെ കൊണ്ടാണ് കട്ട് ചെയ്യിക്കാറുള്ളത്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരനാണ് കേട്ടോ കട്ട് ചെയ്ത് തരുന്നത്. നമ്മളിങ്ങനെ കൈ പിടിച്ചിട്ടില്ലേ, ആ ഭാഗത്ത് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തങ്ങ് എടുക്കുക. കത്രിക്ക് നല്ല മൂർച്ചയുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടേ. ഇവിടെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ ഒരു ഫൈനൽ കട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മുടി ഞാൻ കളഞ്ഞുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലെങ്ത്ത് കളയാം. ലെങ്ത്ത് എനിക്ക് ഹൈറ്റ് ഉള്ളത് കൊണ്ട് മുടിക്ക് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ലെങ്ത്ത് കുറക്കാറില്ല. ഇനി നമുക്ക് എന്താ ചെയ്യുക, ആ ഹെയർ ബാൻഡ് അങ്ങ് അഴിച്ചങ്ങ് മാറ്റുക കേട്ടോ. എന്നിട്ട് മുടി നമ്മൾ നേരെ അങ്ങ് ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതാ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ഉള്ളില്ലെങ്കിലും മുടി ഇങ്ങനെ എന്താ പറയുക നല്ല ഉള്ളായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്നൊരു കല്യാണത്തിനൊക്കെ പോകേണ്ടി വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. ഷാമ്പൂ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എണ്ണയിട്ട് കുളിച്ചാലും നമുക്ക് ഇതുപോലെ മുടി ഒന്ന് വാർന്നിടുവാണെങ്കിൽ ഉള്ളു തോന്നിക്കും. ഇനി നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണോ, ചിലവർ നിറുകെ അതായത് സൈഡ് ഇടും, ഇല്ലെങ്കിൽ നേരെ ആയിരിക്കും. അതെങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് അതുപോലെ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ആ മീതെ മാത്രം ഒന്ന് വാർന്നെടുക്കുക, താഴത്തേക്ക് വാർന്നെടുക്കരുത്. എന്നിട്ട് ഞാനിപ്പോൾ 2 സൈഡിൽ നിന്നും കുറച്ച് മുടി ഇങ്ങനെ അങ്ങ് എടുത്തിട്ട് ചെറിയൊരു ക്ലിപ്പ് ഒന്ന് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ അങ്ങ് നമുക്ക് ക്ലിപ്പ് ഒന്ന് കുത്തി വെക്കാം. ഇനി മുല്ലപ്പൂ വെക്കണമെങ്കിൽ അത് വെക്കാം. പക്ഷേ നമ്മൾ താഴത്തേക്ക് ചീർപ്പ് വെച്ചിട്ട് വാർന്നെടുക്കരുത്.
എന്നാലേ മുടിക്ക് നമുക്ക് ഉള്ളു തോന്നുള്ളൂ. ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ ചീപ്പ് വെച്ചിട്ട് താഴത്തേക്ക് അങ്ങ് വാർന്നെടുക്കുവാണെങ്കിൽ ഉള്ളു തോന്നത്തില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരാം, ഈ 2 മെത്തേഡും കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ വാർന്നെടുക്കാത്ത ആ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. മുടിക്ക് നല്ല ഉള്ളിപ്പോൾ തോന്നുന്നില്ലേ? നമ്മളിങ്ങനെ കുടഞ്ഞിടുക, ആ ഒരു മെത്തേഡാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാനൊന്ന് താഴത്തേക്കൊന്ന്, നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്നതാണ്, മുടി ഒന്ന് കെട്ടി വെച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് നല്ല വാർന്ന് നല്ല സ്ട്രെയിറ്റ് ആക്കിയിടും. ഇപ്പം നോക്കിയാൽ ആ കോലം തന്നെ അങ്ങ് മാറിപ്പോയി അല്ലേ, ഒട്ടും തന്നെ ഉള്ളില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉള്ളില്ലാത്ത മുടിയൊക്കെ നല്ല ഉള്ളായിട്ട് നമുക്ക് തോന്നിപ്പിക്കാം കേട്ടോ.